മലയാളത്തിലെ റിയാക്ഷൻ ചാനലുകളെല്ലാം ഹേമ കമ്മിറ്റീൻ്റെയും നമ്മുടെ AMMയിലെ അംഗങ്ങൾക്കെതിരായിട്ട് വന്നിട്ടുള്ള ആരോപണങ്ങളുടെയും പുറകെയാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ഡ്രീം റൈഡർ 280 എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിലെ അനു കിടന്ന് കരയുന്ന വീഡിയോ ആരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആരുടെ റിയാക്ഷൻ കണ്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ നോക്കി വരുന്ന സമയത്ത് ഈ അനു കിടന്ന ഒരേ കരച്ചിൽ. അനു എന്ന് പറയുമ്പോൾ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രീം റൈഡർ 280 എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ വരുന്നത് ഒരു ഫാമിലി വ്ളോഗാണ്. പണ്ട് മുതലേ ടിക്ടോക്ക് മുതലുള്ളൊരു ആളാണ് അനു എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പണ്ടെല്ലാം ട്രാവൽ വീഡിയോസ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ പ്രേമിച്ച് കല്യാണം കഴിച്ചാണ്. ടിക്ടോക്കിൽ നിന്ന് പരിചയപ്പെട്ട ചിന്നു എന്ന് പറഞ്ഞ കുട്ടീനെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. കോഴിക്കോടാണെന്ന് തോന്നുന്നു വീട്. കോഴിക്കോടും ട്രിവാൻഡ്രമാണ് രണ്ടുപേരും. അപ്പോൾ അങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് താമസം മാറ്റിയ ചിന്നു അവരവിടെ സന്തോഷകരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാവുന്നത് പോലെ തന്നെ ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലുകളൊക്കെ വീട്ടിൽ നടന്നു എന്ന് തോന്നുന്നു. കാരണം പുള്ളീൻ്റെ വീഡിയോയിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഇതേപോലെ ഇവർ വീട് മാറിയിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ ഫാമിലി ആയിട്ട് അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെ താമസിച്ചുകൊണ്ടിരുന്ന വീട് ഇവർ മാറി വേറെ സെപ്പറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീട് മാറാനുള്ള ഒരു കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയായിട്ട് അനുവിനെന്തോ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്തോ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എന്തോ പരിപാടികളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവർ വീട് മാറിയിട്ടുണ്ട്. 2 കുട്ടികളുമുണ്ട്. ഓക്കെ. അപ്പം ഇങ്ങനെ പോകുന്ന ഇവരുടെ വീഡിയോസിൽ കഴിഞ്ഞ ദിവസം അതായത് മിനിഞ്ഞാന്ന് അനു ഇതേപോലെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരേ കരച്ചിൽ. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഇത് അനുവിൻ്റെ ഒരു ഫാമിലി ഇഷ്യൂ ആണ്. ഇതിലെന്തിനാണ് നീ വന്ന് അഭിപ്രായം പറയുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഇത് ഇവരുടെ പേഴ്സണൽ കാര്യമാണെങ്കിൽ അതവർ വീട്ടിൽ തീർക്കണം. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി ഈ കരയുന്ന വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇരുന്ന് നമ്മളിങ്ങനെ വർത്താനം പറയും. അപ്പോൾ ഇതെന്തിനാണ് കരയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവർ കാണിക്കുന്നത് എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കും. നിങ്ങളാണെങ്കിലും ചോദിക്കില്ലേ? അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്, അല്ലാണ്ട് ആരെയും അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ എന്താണ് അനുവേട്ടൻ പറയുന്നത് എന്ന് നോക്കാം. അമ്മ നിങ്ങൾക്കറിയാലോ ഞാൻ എന്താ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് ലൈഫ് സ്റ്റോറി ഒരു 2-3 പാർട്ടായിട്ട് അൺലിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് റിലേറ്റീവ്സും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്ലൈ കൊടുക്കേണ്ടവർക്കും കാണിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അനു ആദ്യം വിചാരിച്ചത് മറുപടി പറയാനുള്ളവർക്ക് വേണ്ടി ഒരു വീഡിയോ ഉണ്ടാക്കി അൺലിസ്റ്റ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് എന്തിന് നമ്മൾ അങ്ങനെ ചെയ്യണം. ഇത് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് റവന്യൂ കിട്ടൂലേ, വ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസിനെല്ലാം വളരെ നല്ല വ്യൂസ് അല്ലേ. എന്നാൽ പിന്നെ അത് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ച് പൈസയും കൂടെ ഉണ്ടാക്കാം. വിഷമം നാട്ടുകാർ അറിയുകയും ചെയ്യും, കുറച്ച് പൈസയും കിട്ടുമല്ലോ. വിചാരിച്ച പോലെയല്ല പലരും, അതവരൊക്കെയാണ് അഭിനയിച്ച് പിടിച്ചിരിക്കുന്നത്. നമ്മൾ അഭിനയിക്കാതെ നോർമലി ചെയ്യുമ്പോഴൊക്കെ. അത് ശരിയാണ് അനുവേട്ടാ. നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം ഭയങ്കര അഭിനേതാക്കളാണ്. അതിൽ കൂടുതൽ അഭിനയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ അനുവേട്ടൻ കാണിച്ചു തരും. എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്നുള്ളത് അനുവേട്ടൻ ഇപ്പം കാണിച്ചു തരും. കണ്ടോ? ഇതെല്ലാം മരണവഴിയായിട്ട് എനിക്ക് പ്രശ്നമാകില്ല. എന്റെ വീട്ടുകാരുടെ ഞാൻ ആത്മഹത്യ ലോകമാറിയണം. ഗാർഹിക പീഡനം കാരണം എനിക്ക് സാധനങ്ങൾ സഹിക്കാൻ പറ്റില്ല. എന്റെ മരണത്തിന് കാരണം എന്റെ അമ്മ, അച്ഛൻ, എന്റെ സഹോദരിയാണ്. പാവമുണ്ടല്ലേ, നമുക്ക് കാണുമ്പോൾ തന്നെ വിഷമം വരും. പുള്ളി ഇങ്ങനെ ഭയങ്കര ഇമോഷണലായിട്ട് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതും സ്വന്തം കുട്ടികളുടെയും ഭാര്യയുടെ മുമ്പിൽ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ കിടന്ന് കരയുന്നത്. വീട്ടുകാരെ ആണ് കുറ്റം പറയുന്നത്, അച്ഛനമ്മേനെയും പെങ്ങളെയാണ് കുറ്റം പറയുന്നത്. എൻ്റെ പൊന്നനുവേട്ടാ, നിങ്ങൾക്ക് ഈ വീട്ടിലുള്ള പ്രശ്നങ്ങൾ വീട്ടിൽ തീർക്കുന്നതല്ലേ നല്ലത്. ഇതിങ്ങനെ ആളുകൾ കാണിക്കണോ? ഇത് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി പറയും അതെൻ്റെ ഇഷ്ടമല്ലേ, അങ്ങനെ അല്ലെങ്കിൽ എന്ന് പറയും. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, പുള്ളി ഇടട്ടെ. പക്ഷേ എന്തിനാണ് പുള്ളി ഇങ്ങനെ കരയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പുള്ളി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പം പുള്ളീൻ്റെ വീടിൻ്റെ അടുത്തുള്ള പോലീസുകാരോ അല്ലെങ്കിൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പുള്ളീനെ പോയി രക്ഷിക്കേണ്ടതാണ്. അയ്യോ, പക്ഷേ ഇത് ലൈവല്ല, അതാണ് പ്രശ്നം. പുള്ളി ഇത് റെക്കോർഡ് ചെയ്തിട്ട് പുള്ളി എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത സാധനമാണ്. അപ്പം റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുമ്പം ഈ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സിറ്റുവേഷനിലായിരുന്നിരിക്കുമോ പുള്ളി? അതായത് ഇതേ വിഷമവും ഇതേ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ഇരുന്നിട്ട് ഉണ്ടാവുക. എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഏതായാലും റെക്കോർഡ് ചെയ്തല്ലേ, എന്നാൽ പിന്നെ നാട്ടുകാരും കൂടെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ പുള്ളി എന്താ കാര്യം പറയുന്നത് എന്ന് നമുക്ക് നോക്കാം.
എന്നെ കൊണ്ട് എനിക്ക് എന്റെ മരണമൊഴിയായിട്ട് നിങ്ങൾ വ്യൂസ് കരുതണം. ഒരു മനുഷ്യന് ഇതുപോലെ ഒരു അവസ്ഥ വരരുത്. എന്റെ മക്കളെയൊക്കെ നിങ്ങളെ മക്കളെ പോലെ ഐ അതെന്താടോ അങ്ങനെ പറയുന്നത്? വ്യൂവേഴ്സിനോട് പറയാണ് എൻ്റെ മക്കളെ നിങ്ങളുടെ മക്കളായിട്ട് കാണണമെന്ന്. എടോ എല്ലാവർക്കും വീട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പം അവരവരുടെ പ്രശ്നങ്ങളുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതേപോലെ വീഡിയോ ഇടുന്ന നിങ്ങളുടെ മക്കളെ നമ്മുടെ മക്കളായിട്ട് കാണുന്നത് എങ്ങനെയാണ്? നമുക്കും ഇല്ലേ പ്രശ്നങ്ങൾ? നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലപ്പാ. നിങ്ങൾക്ക് വീട്ടുകാരും കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ, അവർ നോക്കിക്കോളും. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇനിയൊരു ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. എൻ്റെ പൊന്നു, അതിൻ്റെ ഇടയ്ക്ക് പുള്ളി പറയുന്നത് കേട്ടോ, ചാനലുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് നമ്മുടെ ഒരു മുത്തുമണി എന്ന് പറഞ്ഞൊരു ചങ്ങായില്ലേ, മുത്തുമണി എന്ന് വിളിക്കുന്നൊരു പുള്ളി, അവൻ ഇതേപോലെ വന്നിട്ട് ഗൈസ് എന്നെ അവിടെ തേച്ചിട്ട് പോയി, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ഡ്യൂറ്റ് അടിക്കണേ എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പുള്ളി ഇത്രയും കരഞ്ഞു പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ പുള്ളീൻ്റെ ചാനൽ കയറി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ? അയ്യോ, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ മദ്യപിക്കുന്ന ഒരാളാണ്. ഞാനിപ്പോൾ ഒരു തുള്ളി മദ്യപിച്ചില്ല. രാവിലെ ജിമ്മിൽ പോയി ഇറങ്ങാൻ. ഞാൻ മദ്യപിക്കുന്ന ഒരാളാണ്, പക്ഷെ ഞാനിപ്പോൾ ഒരു തുള്ളി മദ്യപിച്ചിട്ടില്ല എന്നാണ് അതിനുമായിട്ട് പറയുന്നത്. പക്ഷെ നമുക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ. കണ്ടിട്ട് അടിച്ചിങ്ങനെ പൂസായിട്ട് ആ ഒരു മൂഡിൽ ചെയ്തൊരു വീഡിയോ പോലെയാണ് തോന്നുന്നത്. എനിവേ ഓക്കെ, എന്താണ് പറയുന്നത് ഇങ്ങോട്ട് നോക്കാം. അയ്യോ, ഞാൻ ചങ്കോട്ടി ഒരിക്കൽ എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ ആരുമില്ല. എന്റെ മാമിന്റെ മക്കളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അവരെത്തുന്നവരെ ഞാൻ ജീവനോടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാകും. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ മക്കളെ കണ്ട് കൊതി തീർന്നിട്ടില്ല. ഇനി ഞാൻ മക്കളെ കണ്ട് കൊതി തീർന്നിട്ടില്ല എന്ന് അനു തന്നെ പറയുന്നുണ്ട്. പിന്നെ എന്തിനാണോ അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഈ കരച്ചിലും പിടിച്ചിലെല്ലാം? ഒന്നുമില്ലെങ്കിലും ഭാര്യയുടെയും മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഷോ ഇറക്കാതിരിക്കുക. കാരണം ആ ചെറിയ കുട്ടികളാണ്, അവർ വളർന്നു വരുന്നവരാണ്. അവരിതെല്ലാം കണ്ടിട്ട് വെറുതെ എന്തിനാണ് ഭാവിയിൽ കുറച്ച് ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ തീരും. ഇതൊക്കെ ഫാമിലി ഇഷ്യൂസ് അല്ലേ, ഇതൊക്കെ ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. അതിനിങ്ങനെ പിള്ളേരുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കരച്ചിലും പിടിച്ചിലും ആയിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ അവർ വളർന്നു വരുമ്പം ഈ വീഡിയോ എല്ലാം കാണൂലേ, അത് വീഡിയോ ആയിട്ടെടുത്ത് നമ്മുടെ യൂട്യൂബിൽ ഇടുകയും ചെയ്തു. അപ്പോൾ അത് അവർ വളർന്നു വരുമ്പോൾ ഇവരിത് കാണൂലേ, അല്ലെങ്കിൽ ഇവരുടെ കൂട്ടുകാർ കാണൂലേ, അതൊക്കെ മോശമല്ലേ? അല്ല, ഇതൊന്നും പറയാൻ ആരുമല്ല. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞതിന് വേണമെങ്കിൽ നമ്മളെ ചീത്ത പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ വീഡിയോ ഇടാനും വഴിയുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ കാണുന്ന സ്ഥിതിക്ക് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ? എനിക്ക് അവരെ നല്ലൊരു ലെവലിലാക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് അവരെ ഒരു സ്ത്രീയുടെ അടുത്ത് ഞാൻ അങ്ങനെ മോശമായിട്ട് എന്റെ നാട്ടുകാരും ചെയ്തിട്ടില്ല. എന്റെ വൈഫിന്റെ അമ്മയെ വെച്ചിട്ടാണ് എന്നെ വെച്ചിട്ടാണ് എന്റെ അമ്മ പറയുന്നത്. ഒരു അമ്മ പറയാൻ പറ്റാത്ത കാര്യമല്ല അവർ പറയുന്നത്. അതൊക്കെ കുറച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. ചിലപ്പം എന്താണ് ഇവരുടെ ഭാഗം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഓക്കെ, അതെന്തായാലും ഇങ്ങനെ പബ്ലിക്കായിട്ടൊന്നും വന്ന് പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ അവരുടെ ഓരോ ഇഷ്ടങ്ങൾ. എനിക്ക് 2 പെമ്മക്കളായെന്ന് പറഞ്ഞിട്ട് എന്റെ അച്ഛൻ അവരെ കാണാൻ പോലും വന്നിട്ടില്ല. എന്റെ 2 മക്കളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്റെ ചിന്നുവിനെ കാര്യം എന്റെ വണ്ടിയെ സ്നേഹിക്കുമ്പോൾ ഞാൻ എന്റെ 2 മക്കളെ ഞാൻ സ്നേഹിക്കുന്നത്. അതെന്ത് വർത്താനാടോ? എൻ്റെ വണ്ടിയെ സ്നേഹിക്കുന്ന പോലെയാണ് ഞാൻ എൻ്റെ 2 മക്കളെ സ്നേഹിക്കുന്നത്. വണ്ടിയുമായിട്ടാണ് മക്കളെ കമ്പയർ ചെയ്യുന്നത്? അതൊക്കെ വളരെ മോശമാണ്. ശരിയാണ്, പുള്ളി ഒരു വണ്ടിപ്രാന്തനാണ്. പുള്ളി പണ്ട് മുതലേ വണ്ടിയിൽ ഓൾ ഇന്ത്യ റൈഡൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളാണ്. എന്നോർത്ത് എൻ്റെ വണ്ടിയെ സ്നേഹിക്കുന്ന പോലെയാണ് ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നതെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു രസമില്ല, ഒരു സുഖമില്ല. എന്റെ മക്കളെ എന്റെ 2 മക്കളെ എന്റെ അച്ഛൻ കാണാൻ പോലും വന്നിട്ടില്ല. ഞാൻ എന്ത് കേട്ടത്? ഞാൻ ജീവനോടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത്. ജീവിതത്തിൽ തോറ്റുപോയിട്ട് പിടിച്ചു വരാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ്. സത്യം പറയാലോ, ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഇത് എൻ്റെ മാത്രം ഒരു തോന്നലായിരിക്കും, പുള്ളി നല്ല വെള്ളം അടിച്ചിട്ട് വന്നിരുന്നിട്ട് പുള്ളിക്ക് സങ്കടമുണ്ട്, വിഷമമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നത്. പക്ഷേ 2 അടിച്ചു കഴിഞ്ഞപ്പം, വെള്ളം അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരന് ഇങ്ങനെ ആ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വന്നു. ആ പുറത്തോട്ട് വന്ന സാധനമാണ് ഇവിടെ കിടന്ന് കാണിക്കുന്നത്. പക്ഷേ അത് കാണിക്കുന്നത് നമ്മളെല്ലാം കാണിക്കേണ്ടത് ശരിക്കും. ഇത് ഈ പറഞ്ഞത് തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് പ്രശ്നം. കാരണം ഇത് നമ്മളെയല്ല കാണിക്കേണ്ടത്, പബ്ലിക്കിനെ കാണിക്കല്ലേ എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം ഇതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും പറയുന്നത്. മാമനോടൊന്നും തോന്നരുതേ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഒരാൾ കിടന്ന് കരയുന്ന സമയത്ത് ഇങ്ങനത്തെ ഡയലോഗ് പറയാൻ നിനക്ക് നാണമില്ലേടാ എന്ന് നിങ്ങൾ ചിലപ്പം വിചാരിക്കുന്നുണ്ടാവും. എടോ, ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് അങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.
ബിക്കോസ് നമ്മളെ എല്ലാവർക്കും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എല്ലാവർക്കും ഇതുപോലെ പല പല ഇഷ്യൂസ് ഉണ്ടാവും. വീടുകളിലാവുമ്പോൾ പല പല ഇഷ്യൂസ് ഉണ്ടാവും. അത് എനിക്ക് അതുകൊണ്ടാട്ടോ, സോറി. നിങ്ങളല്ലേ ഈ വീഡിയോ അവസാനം വരെ കാണണം. എന്റെ ജീവിതമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടോ. ആ ഒരു മനസ്സ് നിങ്ങൾ കണ്ടോ? ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം. നമ്മൾ കാണാം അല്ലേ? നിങ്ങൾ കാണൂല്ലേ? കാണണേ. ഞാൻ എന്റെ അച്ഛനെ തല്ലിയിട്ടുണ്ട്. അത് എന്തിനാണ് തല്ലിയതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ റൂമിൽ നിന്നപ്പോ ഇവർ രണ്ടുപേര്, എൻ്റെ പൊന്നോ, ഞാൻ എൻ്റെ അച്ഛനെ തല്ലിയിട്ടുണ്ടെന്ന്. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അച്ഛന്മാരെ തല്ലുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശമല്ലേ? അത് മോശമല്ലേ? അതായത് നമ്മുടെ മക്കൾ വളർന്നിട്ട് അവർ നമ്മളെ തല്ലിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ശരിയാണ്, പ്രായമായി കഴിയുമ്പോൾ ചിലപ്പോൾ അച്ഛന്മാരെല്ലാം ചിലപ്പോൾ നമ്മൾ ഉപദേശിക്കുക, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ അത് തല്ലുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമാണ്, മോശം തന്നെയാണ്. ഞാനൊരു കുട്ടിയെ സ്നേഹിച്ചിരുന്നു. അതിലൊരു കഥയുണ്ട്. കുട്ടിയെ സ്നേഹിച്ചിരുന്നപ്പോൾ ആ കുട്ടി ഇവരെ പേടിച്ചാണ് വരാത്തത്. എനിക്കപ്പോഴും വേറെ അവളെ സേവ് ചെയ്യാൻ പറ്റും, അവളെ കല്യാണം കഴിക്കാൻ പറ്റാത്തതിൽ എനിക്കെന്നും ഭയങ്കര വിഷമമുണ്ട്. എന്താ ചില സമയം. എൻ്റെ പൊന്നു മോനെ, ഇതാണ് ഈ വീഡിയോൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഭാര്യയും 2 മക്കളും അടുത്ത് നിൽക്കുന്ന സമയത്താണ് അനു പറയുന്നത്, എനിക്ക് പണ്ടൊരു കാമുകി ഉണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ സ്വാഭാവികം. കാമുകി ഉണ്ടായിരുന്നു, അവളെ എനിക്ക് മറക്കാൻ വേണ്ടി പറ്റുന്നില്ല, അവളെ എനിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. അത് തൊട്ടടുത്ത് ഭാര്യയും കുട്ടികളും നിൽക്കുന്ന സമയത്താണ് പറയുന്നത്. അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉറക്കത്തിൽ കടന്നിട്ട് അവളെ പേര് പറയും ഞാൻ. അപ്പൊ അതിൽ ചിന്നൂര് ഭയങ്കര സങ്കടമാണ്. ഞാൻ ചില ദിവസം അല്പം കഴിക്കുന്ന സമയത്ത് ഞാൻ അവളെ പേര്, ഞാൻ അത്രയും സ്നേഹിച്ചാണ്, അവളെ പേരോ ഫോട്ടോ എന്ന് റിവീൽ ചെയ്തു. ഉറക്കത്തിൽ കിടന്നിട്ട് അവളുടെ പേര് പറയുന്നു. അതായത് ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങുന്ന സമയത്ത് പഴയ കാമുകീൻ്റെ പേര് പറയുന്നു. നല്ല ഒരു സ്വഭാവം തന്നെ, നല്ല ഒരു അസുഖം തന്നെ. തൊട്ടടുത്ത് ഭാര്യ കിടന്നുറങ്ങുമ്പോൾ കാമുകീൻ്റെ പേര് വിളിച്ച് പറയുന്ന ഭർത്താവിനെ നോക്കി ഭാര്യ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? ചവിട്ടി താഴെ ഇടുകയല്ലേ ചെയ്യേണ്ടത്? എന്നിട്ട് അതൊരു വിഷമമായിട്ട് വന്നിട്ട് വീഡിയോയിൽ പറയുകയാണ്. അവളത് മാന്യമായിട്ട് അവളൊരു കല്യാണം കഴിച്ച് ജീവിക്കുകയാണ്. ഞാൻ കാരണം അവൾ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അവളൊരു നല്ല ലെവലിൽ പോകണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ശബരിമലയ്ക്ക് പോയപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത് അവളെ കഷ്ടപ്പെടുത്തില്ലേ എന്ന്, ഞാൻ സ്നേഹിച്ച കുട്ടിയെ കഷ്ടപ്പെടുത്തില്ലെന്ന് മാത്രം. അപ്പം ചങ്ങായിക്ക് അറിയാം, അതായത് പഴയ കാമുകീൻ്റെ പേര് വിളിക്കുന്നതും അവരെക്കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതും, അമ്പലത്തിൽ ശബരിമലയിൽ പോയിട്ട് അവൾ രക്ഷപ്പെടണമെന്നും അവൾ ഇതാവണം എന്നൊക്കെ പ്രാർത്ഥിച്ചു. ഓക്കെ, അതൊക്കെ സമ്മതിച്ചു, അതൊക്കെ മനസ്സിൽ വെച്ച് നടക്കണോ. ഇതൊക്കെ ഭാര്യേൻ്റെ മുമ്പിൽ എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും? അത് ആദ്യം ചിന്തിക്കുക കുട്ടി. ഇവന് തന്നെ അറിയാം സംഭവം. അതായത് ചിന്നുവിന് വിഷമമാണ് രാത്രി ഫോൺ വിളിക്കുമ്പോൾ, അല്ല രാത്രിയിൽ പേരെ വിളിക്കുമ്പോൾ ഞാൻ 2 അടിച്ചു വന്ന് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ അവളെയാണ് ഓർക്കാറ്, അവളുടെ പേരാണ് വിളിക്കാറ്. അപ്പോൾ അത് ചിന്നുവിന് വിഷമവും. എൻ്റെ പൊന്ന് ചിന്നു, കോഴിക്കോട് നിന്ന് ട്രിവാൻഡ്രം വന്ന് ഇതേപോലെ കല്യാണം കഴിച്ചിട്ട് ചെക്കൻ്റെ പഴയ കാമുകീനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ കിടക്കുമ്പം, അടുത്ത് കിടക്കുക എന്ന് പറയുമ്പം, അല്ലെങ്കിൽ അടുത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ അറിയാം നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന വിഷമം എന്താണെന്നുള്ളത്. അത് എന്നിട്ട് ഇതേപോലെ പബ്ലിക്ക് വന്ന് പറയുക എന്ന് പറയുന്നത് അത് അതിലും വലിയ വിഷമമാണെന്നും അറിയാം. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ 10-20 മിനിറ്റ് ഉണ്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചങ്ങായി കിടന്നിങ്ങനെ മെഴുകുവാണ്. കരച്ചിലോട്ട് കരച്ചിൽ തന്നെ, കരച്ചിലോട്ട് കരച്ചിൽ. അപ്പോൾ ഈ കരച്ചിൽ കാണുമ്പം നമുക്ക് സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്. കാരണം എല്ലാ വീട്ടിലുള്ള പ്രശ്നങ്ങളാണ് എങ്കിൽ പോലും പുള്ളി ഇത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട്. പുള്ളി ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വീട്ടുകാരെ. പക്ഷേ വീട്ടുകാരെ തല്ലി, അച്ഛനെ തല്ലി എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇവരുടെ മൊത്തത്തിലുള്ള പ്രശ്നത്തിൽ നമുക്ക് വിഷമം തന്നെയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ചങ്ങായിൻ്റെ ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു 3 ലക്ഷം സംതിങ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു യൂട്യൂബ് ചാനൽ അത് അടിച്ചുപോയി. അതിന് ശേഷം വന്ന ചാനലാണ് ഇത്. അപ്പോൾ ഈ ചാനലിൽ എന്തായാലും പുള്ളീൻ്റെ ഈ കരച്ചിലും കൊണ്ട് നല്ല വ്യൂസ് എല്ലാം കയറി വന്നിട്ടുണ്ട്. കുറച്ച് വീഡിയോസായിട്ട് പുള്ളി ഇതേപോലെയുള്ള വീട്ടിലെ കാര്യങ്ങളും വീട്ടിലെ പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി നമ്മൾ മലയാളികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു പുള്ളീൻ്റെ വീഡിയോസിന് ഇപ്പോൾ നല്ല വ്യൂസാണ്. പുള്ളീൻ്റെ വീട്ടിൽ നടന്നൊരു സംഭവം, പുള്ളി ഇതേപോലെ 2 അടിച്ചിട്ട് വന്ന് പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഓക്കെ, അത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് പറയുകയാണ്. പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. അത് നമ്മളിങ്ങനെ എടുത്ത് കാണുന്നു. അതിനെ ചിലപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാം. കുറേ പേര് സപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു.
അതായത് ഇവരുടെ വിഷമത്തിന് ശരിയാണ്, നമ്മളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിഷമം എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ പഴയ കാമുകീനെ കുറിച്ച് ഇങ്ങനെ പറയുന്നതും എല്ലാം ഒരു മോശമായിട്ടുള്ള ഒരു പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു വീഡിയോ ഇട്ടത് കണ്ടിട്ട് പുള്ളിക്ക് ഹെർട്ടാവുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഹെർട്ടാവാനും മാത്രം നമ്മളൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ എനിവേ നമ്മൾ യൂട്യൂബിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ എടുത്ത് കണ്ടപ്പം പറയണമെന്ന് തോന്നിയ ഒരു കാര്യം പറഞ്ഞു, അത്രയേ ഉള്ളൂ.